ഹജ്ജ് നടക്കുന്ന സമയം പുണ്യനബി തങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നുവത്. തങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അലൈസ, അവര് ചോദിച്ചു, നബി തങ്ങൾ ചോദിച്ചു, അയ്യു യൗമിൻ ഹാദാ, ഈ ദിവസം ഏതാണ്? അയ്യു ഷഹരിൻ ഹാദാ, ഏതു മാസമാണ്? അയ്യു ബലദിൻ ഹാദാ, ഇതേതു നാടാണ്? ദുൽഹിജ്ജ 10 വിശുദ്ധ പെരുന്നാൾ ദിവസം പുണ്യനിബിതങ്ങൾ വിശുദ്ധ ഹറമിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോ അവര് വിചാരിച്ചു നിബിതങ്ങളിന് വേറെ പുതിയ പേരും വല്ലതും പറയാൻ പോകുന്നുണ്ടോ എന്ന്. തങ്ങൾ പറഞ്ഞു, ഇത് മഹത്വമേറിയ യൗമുൻ നഹറല്ലേ, പെരുന്നാൾ ദിവസമല്ലേ ഇത് ദുൽഹിജ്ജ മാസമല്ലേ, ഹജ്ജ് മാസമല്ലേ ഇത്? വിശുദ്ധമായ മക്കയും മക്കയുടെ പരിസരവുമല്ലേ നമ്മൾ നിൽക്കുന്ന സ്ഥലം? അതെ, ഈ സ്ഥലത്തിന് മഹത്വമുണ്ടല്ലോ, അതുപോലെ മഹത്വമാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ മാംസവും ശരീരവും അവരുടെ സമ്പത്തും അവരുടെ അഭിമാനവും. ഇത് നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ്. ഒരാൾക്കും അത് പിച്ചു ചീന്താനുള്ള അധികാരം അല്ലാഹു കൊടുത്തിട്ടില്ല. എന്തൊക്കെ ന്യായീകരണങ്ങൾ നമ്മൾ പറഞ്ഞാലും അത് ശരിയുമല്ല. ഹുർമത്ത് വലുതാണ്, ഇഹ്തിറാം വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബ് തആല നമുക്ക് മാപ്പാക്കി തരട്ടെ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇലാ യൗമ തൽഖൗന റബ്ബക്കും, ഇത് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ, അല്ലാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്ന നാൾ വരേക്കും നിങ്ങൾ ഓരോരുത്തരുടെയും അഭിമാനം, നിങ്ങളുടെ പൈസ, നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ അഭിമാനം ഇത് പിച്ച് ചീന്താനോ എടുക്കാനോ ഡാമേജ് ചെയ്യാനോ ഒരാൾക്കും അല്ലാഹു അവസരം നൽകിയിട്ടില്ല. അലാ ഹൽ ബല്ലഗ്ത്, ഇത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നില്ലയോ? ഇത് പറഞ്ഞപ്പോ 1,23,000-ഓളം വരുന്ന സ്വഹാബിമാരാണ് അതിന് മറുപടി പറഞ്ഞത്. നഅം യാ റസൂലല്ലാഹ്, ഞങ്ങൾ കേട്ടു നബിയെ, ഞങ്ങൾ കേട്ടു. ഇത് പറഞ്ഞപ്പോ നബി എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ഫശ്ഹദ്, റബ്ബേ നീ ഇതിന് സാക്ഷിയാണല്ലോ, ഞാൻ അറിയിച്ചു കൊടുത്തിട്ടില്ല എന്ന് നാളെ ഇവര് പറയരുത്. റബ്ബേ നീ ഇതിന് സാക്ഷിയാണ്. ഓരോരുത്തർക്കും അഭിമാനമുണ്ട്, ഓരോരുത്തർക്കും ഒരു വ്യക്തിത്വമുണ്ട്. ഓരോരുത്തരുടെയും സമ്പാദ്യം, അവരുടെ കുടുംബം, അവരുടെ അഭിമാനം, അവരുടെ വീട്ടുകാര്, അവരുടെ സ്വകാര്യതകൾ ഇത് പിച്ച് ചീന്താൻ ആർക്കും അല്ലാഹു അവകാശം നൽകിയില്ല എന്ന് പറഞ്ഞ ഈ സംഭവം ഇമാം ബുഖാരി തങ്ങളാണ് ഉദ്ധരിച്ചിട്ടുള്ളത്.